നമസ്കാരം. സരസ്വതി അക്വാ ഫാമിൻ്റെ അക്വാപോണിക്സ് കൃഷിക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അക്വാപോണിക്സ് യൂണിറ്റിൻ്റെ വിജയം നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഘടകത്തിൻ്റെ പ്രാധാന്യത്തെ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറാണ് പതിവ്. മീനിനും പച്ചക്കറിക്കും കൊടുക്കുന്ന തുല്യ പ്രാധാന്യം തന്നെ നമ്മൾ ഇതിൽ വളരുന്ന ബാക്ടീരിയകൾക്കും നൽകണം. ഒരുപക്ഷേ അതിനേക്കാൾ ഉപരി. കാരണം ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നാൽ മാത്രമേ കുളത്തിലെ വെള്ളത്തിൽ മത്സ്യങ്ങൾക്ക് ഹാനികരമായി അടങ്ങിയിരിക്കുന്ന അമോണിയയെ വേർതിരിച്ച് ചെടികൾക്ക് വളരുന്നതിന് ആവശ്യമായ വളമാക്കി മാറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഒരു മെക്കാനിക്കൽ ഫിൽട്ടർ വെക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ അക്വാപോണിക്സ് യൂണിറ്റിൽ വരുന്നത്. കാരണം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രോബഡിൽ നിറച്ചിരിക്കുന്ന മീഡിയകളുടെ സുഷിരങ്ങളൊക്കെ അടഞ്ഞ് ചെടികൾക്കും ബാക്ടീരിയകൾക്കും വളരാൻ ആവശ്യമായ ഓക്സിജൻ്റെ സാന്നിധ്യം നഷ്ടമാവാതെ നോക്കണം. നമ്മുടെ ഗ്രോബഡിൽ പായലും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടാതെ വളരെ കൃത്യതയോടെ സൈഫണിങ്ങും മറ്റു പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ബാക്ടീരിയകളുടെ വളർച്ച കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. ഒരു അക്വാപോണിക്സ് യൂണിറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം നമ്മുടെ ഗ്രോബഡിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മളുടെ കാലാവസ്ഥ അനുകൂലമായാൽ, അതായത് കൂടുതൽ ചൂടും തണുപ്പും ഒന്നുമില്ലാത്ത മിതമായ അന്തരീക്ഷമാണെങ്കിൽ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യം വന്ന് 15 തൊട്ട് 45 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മുടെ ഗ്രോബഡിൽ കാണുക. ഇനി അത്രയും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകളെ നമുക്ക് അക്വേറിയം കടകളിൽ നിന്നും ഓൺലൈനായി മറ്റും വാങ്ങി നമ്മുടെ ഗ്രോബഡിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇതുകൂടാതെ നമ്മളുടെ അക്വേറിയത്തിലെ മറ്റും ഇരിക്കുന്ന സ്പോഞ്ച് ഫിൽറ്ററും നമ്മുടെ അടുത്ത് ആരെങ്കിലും അക്വാപോണിക്സ് യൂണിറ്റോ റാസസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മീഡിയ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഗ്രോബഡിൽ ഇട്ടാലും മതി. പെട്ടെന്ന് തന്നെ ഇവ വളർന്ന് നമ്മുടെ ഗ്രോബഡ് എസ്റ്റാബ്ലിഷ് ആവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യം ഉറപ്പാക്കണം. കാരണം അമോണിയാണ് ഇവരുടെ ഭക്ഷണം. അതുപോലെ തന്നെ മീഡിയ എടുത്തുകൊണ്ട് വരുന്ന കുളത്തിലെ മത്സ്യങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുകൂടി ഉറപ്പ് വരുത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നല്ല സൂപ്പർ പണി കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ അക്വാപോണിക്സിലെ ഗ്രോബഡ് സൈക്കിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. മറ്റൊരു രീതി, നമ്മൾ പുതിയതായി തുടങ്ങുന്ന സിസ്റ്റത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കുളത്തിൽ പ്യുവറായിട്ടുള്ള അമോണിയ ഒഴിച്ചു കൊടുത്തും സൈക്കിൾ ചെയ്ത് ബാക്ടീരിയകളുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. കൂടാതെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടാണ് സൈക്ലിംഗ് പൂർത്തീകരിക്കുന്നത് എങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളത്തിൽ അമോണിയയുടെയും നൈട്രേറ്റിൻ്റെയും സാന്നിധ്യം മീനിന് ഹാനികരമാകാത്ത നിലയിൽ നിലനിർത്താനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സൈക്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ പച്ചക്കറി തൈകൾ നടുന്നത്. അല്ലാതെ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഉടൻ തന്നെ നമ്മൾ പച്ചക്കറി തൈകൾ നടുകയാണെങ്കിൽ അതിന് വളരുന്നതിനാവശ്യമായ മൂലകങ്ങളുടെ സാന്നിധ്യം ആ ജലത്തിൽ കാണില്ല. അതാണ് പലപ്പോഴും നമ്മുടെ ചെടികൾ മുരടിച്ച് നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കുളത്തിൽ ഈ പറയുന്ന കണ്ടൻറ്റുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം വേണം പച്ചക്കറി തൈകളും മറ്റും നടാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.